കൂട്ടുകാരെ, പൈൻബോ കുട്ടിക്കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മുതലമടക്കാട്. നമുക്കിന്ന് ഇവിടെയുള്ള രണ്ട് കൂട്ടുകാരെ പരിചയപ്പെടാം. ഇതാണ് കുഞ്ഞിക്കിളി. കുതന്ത്രശാലിയും കുബുദ്ധിയുമുള്ള ഇവൾ നിസാരക്കാരിയല്ല കേട്ടോ. ഇത് ഡിങ്കൻ. ആള് പാവമാണ്, പക്ഷേ എപ്പോഴും മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കാട്ടിൽ എവിടെയൊക്കെ കാട്ടുതേൻ കിട്ടുമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരേ ഒരു കഥാപാത്രമാണ് ഈ ഡിങ്കൻ. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? ഡിങ്കൻ കാട്ടുതേൻ കണ്ടിട്ട് കുറേ കാലമായി. കുഞ്ഞിക്കിളിയും ഡിങ്കനും ഈ കാട്ടിൽ ചാടിയും ഓടിയും ഉല്ലസിച്ച് നടക്കാറുണ്ട്. അങ്ങനെയിരിക്കെ അത്ഭുതം എന്ന് പറയട്ടെ, ഡിങ്കൻ ഇതാ ഒരു വലിയ കാട്ടുതേൻ കുടം കിട്ടുന്നു. ആകെ സന്തോഷം കൊണ്ട് ഡിങ്കൻ കീഴ്മേൽ ചാടുന്നു. ഈ സന്തോഷ വാർത്ത പറയാൻ ഡിങ്കൻ കുഞ്ഞിക്കിളിയെ കാണാൻ പോകുന്നു. കുഞ്ഞിക്കിളി, നീ ഇത് കണ്ടോ? എനിക്ക് ഒരു കുടം നിറയെ കാട്ടുതേൻ കിട്ടി. എത്ര കാലമായി കാട്ടുതേൻ കണ്ടിട്ട് സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. ആഹാ, അത് കൊല്ലാമല്ലോ ജിങ്ക. നിന്റെ കൊറേ നാളത്തെ സ്വപ്നമാണല്ലോ. അതെ അതെ, ഏതോ വനവാസി കാട്ടുതേനെല്ലാം കുടത്തിൽ നിറച്ചു വെച്ചിരിക്കുകയായിരിക്കും. എന്തായാലും ഞാൻ അടിച്ചു മാറ്റി. അയ്യോ, ആന്നേ, ഞാനിത് മൊത്തം കുടിക്കും. അയ്യോ, എനിക്ക് കൺട്രോള് പോകുന്നേ. കിട്ടിയതൊക്കെ കൊല്ലാം എന്ന് വെച്ച് അത്യാഗ്രഹം വേണ്ട ജിങ്ക. ആവശ്യത്തിൽ അധികം കുടിക്കണ്ട. നീ ഒന്ന് പോയേ കുഞ്ഞിക്കിളി. ശരി ശരി, എല്ലാം കൂടി അങ്ങ് കുടിച്ചോ. വയറ് വീർത്ത് പൊട്ടട്ടെ. അങ്ങനെ കുറെ കാലത്തിന് ശേഷം കാട്ടുതേൻ കണ്ട ആഹ്ലാദത്തിൽ കുഞ്ഞിക്കിളി പറയുന്നത് വക വെക്കാതെ ഡിങ്കൻ ആ കുടത്തിലെ തേൻ മുഴുവൻ കുടിക്കുന്നു. കുടിച്ചതും ഡിങ്കന്റെ വയറ് വീർക്കുകയും അത് കുടം പോലെ ആകുകയും ചെയ്യുന്നു. അങ്ങനെ കാട്ടുതേനിന്റെ അതിമധുരത്തിൽ മത്ത് പിടിച്ച ഡിങ്കൻ മയങ്ങി ഉറങ്ങിപ്പോകുന്നു. അങ്ങനെ ഡിങ്കൻ സ്വപ്നലോകത്തിലെത്തുന്നു. അയ്യോ, എന്റെ വയറു പൊട്ടിയേ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ് അത്യാഗ്രഹം ആപത്താണെന്ന്.